പരിശുദ്ധ അമ്മയ്ക്കും തിരുക്കുമാരനും ദൈവപിതാവിനും മഹത്വം ഉണ്ടായിരിക്കട്ടെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി ഈ സാക്ഷിപീഠത്തിലേക്ക് എന്നെ ഉയർത്തിയതിന് അമ്മയ്ക്കും തിരുക്കുമാരനും ദൈവപിതാവിനും ഞാൻ നന്ദി പറയുന്നു. എൻ്റെ പേര് സോന. ഞാൻ വരുന്നത് കോട്ടയം ജില്ലയിലെ കുമരകത്ത് നിന്നാണ്. ഞാൻ സെൻറ്റ് ജോൺസ് നെപ്പംസിയാനോസ് വടക്കങ്കര പള്ളി ഇടവകാംഗമാണ്. ഞാൻ 2025 ജൂലൈ 16 തീയതിയാണ് ആദ്യമായി ഉടമ്പടി എടുക്കുന്നത്. ഇവിടെ വന്ന് എടുക്കാനുണ്ടായ കാരണം 2024 ഞാൻ ജർമ്മൻ B2 എക്സാം ഫുൾ മൊഡ്യൂള് ഫസ്റ്റ് അറ്റംപ്റ്റിൽ തന്നെ പാസ്സായ ഒരു വ്യക്തിയായിരുന്നു. അതിനുശേഷം ഞാൻ പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്തിട്ട് എനിക്ക് മുഴുവൻ തടസ്സങ്ങളായിരുന്നു. തടസ്സങ്ങൾ പറയാൻ എനിക്ക് മാത്രം ഇൻ്റർവ്യൂ എല്ലാം പാസ്സായെങ്കിലും എൻ്റെ കോൺട്രാക്റ്റോ എനിക്ക് മുന്നോട്ടൊട്ടും എൻ്റെ പേപ്പർ നീങ്ങുന്നില്ല. എൻ്റെ കൂടെ എഴുതിയവരും പാസ്സായവരും അത് കഴിഞ്ഞെഴുതി പാസ്സായവരും ഒക്കെ പോകാൻ തുടങ്ങി. അപ്പോൾ എനിക്ക് മാത്രം ഒന്നും ശരിയാവുന്നില്ല. ഏകദേശം 1 വർഷത്തോടടുത്ത് ഞാൻ അങ്ങനെ വീട്ടിൽ വെറുതെ നിന്നു. അപ്പോഴെല്ലാം ഞാൻ ഡെയിലി രാവിലെ ഇതുപോലെ തന്നെ അച്ഛൻ്റെ ഡെയിലി ബ്രെഡൊക്കെ അന്ന് ഞാൻ കൂടുമായിരുന്നു. കാരണം അത് കൂടാനുള്ള കാരണം ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഒരു ചേട്ടൻ, പഠിക്കുന്ന ഒരു ചേട്ടൻ, പുള്ളി എനിക്ക് ജർമ്മൻ കൃപാസനം പത്രവും മലയാളം കൃപാസനം പത്രമൊക്കെ കൊണ്ട് തന്നിട്ട് പറയുമായിരുന്നു, ചേട്ടൻ അവിടെ പോകുന്നതെന്നൊക്കെ പറയും. അപ്പോൾ എനിക്കിങ്ങനെ ഡെയിലി ബ്രെഡ് രാവിലെ എല്ലാ ദിവസവും ഞാനിങ്ങനെ കൂടുമായിരുന്നു. അപ്പോഴൊക്കെ അച്ഛൻ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നത് ഉടമ്പടി എടുക്കാത്തവരോട് എടുക്കണം എന്നുള്ള രീതിക്ക് അച്ഛൻ ഒരു മോട്ടിവേഷൻ പോലായിരുന്നു. നിങ്ങൾ ഉടമ്പടി എടുക്കണം, ഉടമ്പടി എടുക്കുന്നതിനെ പറ്റി അതിൻ്റെ ഇമ്പോർട്ടൻസും അതെടുത്താലുള്ള മുന്നോട്ടുള്ള കിട്ടാവുന്ന അനുഗ്രഹങ്ങളൊക്കെയായിരുന്നു പറഞ്ഞത്. എപ്പോഴും എനിക്ക് തോന്നിയില്ല എടുക്കാൻ. കാര്യം എൻ്റെ തോന്നൽ എനിക്ക് പ്രോസസ്സിങ് ചെയ്യാൻ ഇത് എല്ലാവർക്കും നടക്കുന്ന കാര്യമാണ്. ഞാൻ പിന്നെ എന്തിനു ഉടമ്പടി എടുക്കണം? ഉടമ്പടിയിൽ എടുക്കേണ്ടത് ഒത്തിരി വലിയ ജീവിത പ്രശ്നങ്ങളുള്ളവരല്ലേ ഉടമ്പടി എടുക്കുന്നത്. അപ്പോൾ എനിക്കിതിനു വേണ്ടി ഞാൻ പോയി ഉടമ്പടി എടുക്കേണ്ട കാര്യമുണ്ടോ എന്നായിരുന്നു വീട്ടിൽ നിന്ന് പറഞ്ഞു ഉടമ്പടി എടുക്കാൻ. അപ്പോൾ ഞാൻ ഓർത്തെങ്കിൽ പിന്നെ ഓൺലൈൻ ഉടമ്പടി എടുക്കാമെന്ന് ഓർത്തു. അതാകുമ്പം അത് വെച്ചിരിക്കുന്നത് ഈ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കാൻ പറ്റാത്ത പഠിക്കുന്നവർക്കും പുറത്തുള്ളവർക്കൊക്കെ വേണ്ടിയാണ് അത് വെച്ചിരിക്കുന്നത്. പക്ഷേ എന്നെപ്പോലെ ഇവിടെ അടുത്ത് ഒരു 1.5 മണിക്കൂർ യാത്രയേ ഉള്ളൂ. അടുത്ത് നിൽക്കുന്ന എന്നെപ്പോലുള്ള ഒരാൾ ഓൺലൈൻ ഉടമ്പടി എടുക്കേണ്ട കാര്യമില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഉടമ്പടി എടുത്തിട്ട് അതിലാകെ ഞാൻ ബൈബിളൊക്കെ വായിക്കും. ബൈബിൾ എല്ലാ ദിവസവും വായിക്കുമായിരുന്നു. കുർബാന എല്ലാ ദിവസവും ഉടമ്പടിക്ക് മുമ്പ്, അതായത് ഈ പാസ്സാകുന്നതിന് മുമ്പ് തൊട്ടേ ഞാൻ എല്ലാ ദിവസവും രാവിലെ കുർബാനയ്ക്ക് പോകും. കാര്യം അതെനിക്ക് ഇഷ്ടമുള്ളൊരു കാര്യമാണ്, രാവിലെ കുർബാനയ്ക്ക് പോകാമെന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ എൻ്റെ അവിടെയുള്ള പള്ളിയിലുള്ള എല്ലാവർക്കും എന്നെ അറിയാം. അപ്പോൾ ഈ പ്രോസസ്സിങ് ലേറ്റ് ആയപ്പോൾ എന്നോട് എല്ലാവരും ചോദിച്ചു പോകാറായില്ലേന്ന് ചോദ്യം കേട്ട് ഞാൻ ആകെ സംഘടിച്ച് പള്ളിയിലോട്ട് കയറുമ്പോഴേ ഇതാ കേൾക്കുന്നത്. അപ്പോൾ എനിക്ക് കരച്ചിൽ വരാമെന്നുണ്ട്. കരഞ്ഞുകൊണ്ടാണ് കുർബാന കൂടിക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ കേൾക്കുന്നു, എല്ലാവരും കാണുമ്പോൾ ഒരു സഹതാപ നോട്ടത്തോടെ ഇങ്ങനെ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് അറിയാൻ മേലാതെ ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പോൾ ഞാൻ ആദ്യം പേപ്പർ കൊടുത്ത് അവിടുന്ന് ഞാൻ പേപ്പർ പതിയെ മാറ്റി. അവർ പറഞ്ഞു സോനയുടെ പേപ്പർ ശരിയാവാൻ താമസം എടുക്കും, വേണമെങ്കിൽ മാറ്റിക്കൊള്ളാൻ പറഞ്ഞു. ഞാനപ്പോൾ അങ്ങനെ മാറ്റി ജർമ്മനിയിലുള്ള ഒരു ആളുടെ അടുത്ത് പേപ്പർ കൊടുത്തു. അതെനിക്ക് ഇന്നും വിശ്വാസമുണ്ട്, മാതാവ് എനിക്ക് കൊണ്ടുതന്ന ആളാണ്. കാര്യം അത് പറയാൻ കാര്യം, ആ ആളുടെ അടുത്ത് പേപ്പർ കൊടുത്തിട്ട് നമ്മൾ സാധാരണ ഒരു ഏജൻസിയിൽ പേപ്പർ കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവരത്രയും എല്ലാം ചെയ്യുന്നത് നമ്മളോട് അത്രയും ഫ്രണ്ട്ലി ആയിട്ടൊന്നും അല്ല അവരവരുടെ ഓഫീസിൽ എങ്ങനെയാണ് ഒരാളുടെ അടുത്ത് എല്ലാം ചോദിക്കുന്നത്, ഇൻ്റർവ്യൂ നടത്തുന്നത് ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടാണ്. ഇതെൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട് ചോദിക്കുന്ന പോലെ എല്ലാം ഓപ്പണായിട്ട് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന പോലും അങ്ങനെയാണ്. എൻ്റെ ഇൻ്റർവ്യൂസും കാര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. അപ്പോൾ അവിടെ കൊടുത്തു. അപ്പോൾ ചേട്ടൻ പേപ്പറെല്ലാം പെട്ടെന്ന് ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഓൾറെഡി ലേറ്റായി, എന്നാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞു. മേടിച്ചു. അപ്പോഴും ഞാൻ തീർത്ഥാടന ഉടമ്പടി എടുത്തിട്ടില്ല. ഞാൻ എന്നിട്ട് കൊടുത്ത് പേപ്പർ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഇൻ്റർവ്യൂ ഇല്ലാതെ തന്നെ കോൺട്രാക്റ്റ് തരാമെന്നുള്ള രീതിക്ക് ചെയ്തു. പക്ഷേ കുറേ കഴിഞ്ഞപ്പോൾ അവർ പറഞ്ഞു സോന, ഇന്ത്യൻസിനെ അങ്ങോട്ട് അവർക്ക് എടുക്കാൻ അത്ര ഇൻട്രസ്റ്റ് ഇല്ല, അതുകൊണ്ട് എനിക്കറിയില്ല എന്ത് ചെയ്യണോ നോക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പിന്നെയും ഡൗൺ ആയിപ്പോയി. എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എല്ലാം തുടങ്ങുന്നത് ഭയങ്കര തടസ്സം വന്നുകൊണ്ടേ ഇരിക്കുകയാണ്, ഒന്നും ശരിയാവുന്നില്ല. അതിനിടയ്ക്ക് വീട്ടിൽ നിന്നുള്ള ചോദ്യം, എല്ലാ വർഷങ്ങളും മുന്നോട്ട് പോകുന്നു. ഇതിൻ്റെ ഒരു വാലിഡിറ്റി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് പിന്നെ യൂസ് ഇല്ല. ഇതുകൊണ്ട് ഓരോ ആൾക്കാർ ഈ B2 എക്സാം എത്ര കഷ്ടപ്പെട്ടാണ് പാസ്സാവുന്നത്. അപ്പം ഞാൻ അങ്ങനെ പറഞ്ഞ് പിന്നെ ലാസ്റ്റ് ഞാൻ ഇതുപോലെ പള്ളിയിൽ പോയിട്ട് വന്നപ്പോൾ ഇവരിത് അപ്പോഴാണ് പറഞ്ഞത്. അപ്പോൾ എനിക്ക് ഭയങ്കര സങ്കടമായിട്ട് ഞാൻ കരഞ്ഞ് ഫോണിങ്ങനെ നോക്കിയപ്പോൾ എൻ്റെ കൂടെ തന്നെ ഞാൻ ജർമ്മൻ 2-3 ദിവസം ഇങ്ങനെ പഠിപ്പിച്ച ഒരു കൊച്ചുണ്ടായിരുന്നു. ആൾ ഇവിടെ ഉടമ്പടി എടുത്ത ആൾ വഴിയാണ് ഞാൻ ഉടമ്പടിയിലേക്ക് വന്നത്. ആൾ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആളെനിക്കിങ്ങനെ ഫോണിൽ ഇങ്ങനെ ഉടമ്പടി തിരിയിൽ മാതാവിൻ്റെ അടയാളം ഇങ്ങനെ എനിക്ക് അയച്ചു തന്നു ഫോണിൽ.
എന്നിട്ട് ഞാൻ ചോദിച്ചു അവളോട്, നീ ഉടമ്പടി എടുത്തതല്ലേ എന്ന് ചോദിച്ചു. അപ്പോൾ അവൾ പറഞ്ഞു, ചേച്ചിക്ക് എടുക്കണമെന്ന് ചോദിച്ചു ഉടമ്പടി. ഞാൻ ചോദിച്ചത് നീ എടുത്തതല്ലേന്ന്. പക്ഷെ അവൾ എന്നോട് പറഞ്ഞു ചേച്ചിക്ക് എടുക്കണമെന്ന് ഇങ്ങോട്ട് ചോദിച്ചു. അപ്പോഴും ഞാൻ ഉറപ്പിച്ചു, എന്നെ വിളിക്കുക മാതാവ് ഇങ്ങോട്ട് വരാനായിട്ട്. ഇത്രയും അടുത്ത് കിടന്നിട്ട് ഞാൻ ഇവിടെ വരുന്നില്ല. ഇത് സത്യം പറഞ്ഞാൽ ഉടമ്പടി നമ്മുടെ വിഷയം നടക്കാൻ വേണ്ടി മാത്രമല്ല. ഉടമ്പടി എടുക്കുമ്പോൾ നമ്മൾ അമ്മയുടെ പ്രത്യക്ഷീകരണം ഈ ലോകത്തിൽ അംഗീകരിക്കപ്പെടാൻ വേണ്ടി ഒരാളായിട്ട് എന്നെ മാതാവ് വിളിക്കുന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായും വരണം. അതിനുവേണ്ടി ഞാൻ ഇവിടെ വരാൻ തീരുമാനിച്ചു. അതിനു മുമ്പ് ഞാനിങ്ങനെ ഇരിക്കുമ്പോൾ എനിക്കിങ്ങനെ 7 എന്നൊരു നമ്പർ എപ്പോഴും എനിക്കിങ്ങനെ മനസ്സിലും, അതുപോലെ ഇങ്ങനെ പള്ളിയിലൊക്കെ നിൽക്കുമ്പോഴും ഇങ്ങനെ നോക്കുമ്പോൾ ഇങ്ങനെ കണ്ണിന് മുമ്പിൽ കാണാൻ പറ്റുമായിരുന്നു. അപ്പം ഞാൻ ആലോചിച്ചിട്ടുണ്ട് എന്താണെന്ന്. അപ്പം ഞാൻ വിചാരിച്ചു 7-ാം തീയതി എൻ്റെ കോൺട്രാക്റ്റ് വരും, അല്ലെ 7-ാം തീയതി എൻ്റെ ഇൻ്റർവ്യൂ വരും എന്നൊക്കെ ആയിരുന്നു. പക്ഷെ അതൊന്നും അല്ല. ഏറ്റവും വലിയൊരു അനുഗ്രഹമായിരുന്നു. ഉടമ്പടി എടുക്കാൻ ഞാൻ തീരുമാനം എടുത്തത് ജൂലൈ 7-ാം തീയതി ആയിരുന്നു. അത് ഏറ്റവും വലിയൊരു അനുഗ്രഹം. കാരണം അന്ന് ഞാൻ തീരുമാനിച്ചില്ലായിരുന്നെങ്കിൽ ഇന്ന് ഞാൻ ഇതുപോലെ തന്നെ നിന്ന് പോയേനെ. ലാസ്റ്റ് ഞാൻ ഉടമ്പടി എടുക്കാൻ തീരുമാനിച്ചു. എന്നിട്ട് ഞാൻ ഈ 7 എന്നുള്ള നമ്പർ കണ്ടിട്ട് ഞാൻ ഓഗസ്റ്റ് 7-ന് ഉടമ്പടി എടുക്കാൻ അന്ന് വരാമെന്ന് വിചാരിച്ചു. പക്ഷേ അപ്പോൾ പറഞ്ഞു, അവൾ എന്നെ ഇങ്ങനെ വിളിച്ച് പറഞ്ഞു, ചേച്ചി നമുക്ക് നേരത്തെ പോവാം എന്ന് പറഞ്ഞു. അവൾ നേരത്തെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, വൈകിപ്പിക്കണ്ട, ഒരു തീരുമാനം എടുത്തില്ലേ, ഇനി ഇവിടെ വന്ന് മാതാവിൻ്റെ കൊടുത്താൽ മതി, മാതാവ് നോക്കിക്കോളും. ഇവിടെ വന്നു ഉടമ്പടി എടുത്തു. അത് ജൂലൈ 16-ാം തീയതി ഉടമ്പടി എടുത്ത് താഴെ ഇറങ്ങി അവിടെ ഉടമ്പടി എടുക്കാൻ വേണ്ടി അവിടെ വന്നപ്പോൾ എനിക്ക് സുഗന്ധാഭിഷേകം ഉണ്ടായിരുന്നു. അന്ന് ആദ്യമായിട്ടാണ് ഞാൻ സുഗന്ധാഭിഷേകം എന്താണെന്ന് അറിയുന്നത്. ഭയങ്കര മുല്ലപ്പൂവിൻ്റെ മണം ഇങ്ങനെ വന്നപ്പോൾ ലാസ്റ്റ് ഉടമ്പടി എടുത്ത് വീട്ടിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ എനിക്കിങ്ങനെ ഭയങ്കര മെസ്സേജ് ഫോണിൽ, സോന വേഗം ഡോക്യുമെൻറ്റ്സൊക്കെ അയച്ചതാ, ഇപ്പോൾ ഉടനെ കഴിക്കണമെന്ന് പറഞ്ഞ് എല്ലാം അയച്ചു കൊടുക്കാൻ പറഞ്ഞ് അവരിങ്ങനെ വിളിച്ചുകൊണ്ടിരിക്കുക. ഞാൻ അന്ന് വൈകുന്നേരം തന്നെ എല്ലാം അയച്ചു കൊടുത്ത്. ഒരു ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ 1-2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ ഇൻ്റർവ്യൂ വന്നു. 2 ദിവസം കഴിഞ്ഞ് ജൂലൈ 27-ാം തീയതി എൻ്റെ കോൺട്രാക്റ്റും വന്നു. പെട്ടെന്ന് സംഭവം നടന്നു. പക്ഷേ അത് അച്ഛൻ പറയുന്ന പോലെ അനുഗ്രഹത്തിൻ്റെ ഒരു ബേസിക് ലെവലായിരുന്നു. കാരണം നമ്മൾ ഉടമ്പടി എല്ലാവരും എടുക്കും, നമുക്ക് നമ്മുടെ ഉടമ്പടി വർക്കാകുമെന്ന് നമ്മളെ കാണിക്കും. നമുക്കൊരു അനുഗ്രഹത്തിൻ്റെ ഒരു ബേസിക് ലെവലുണ്ട്. അതായിരുന്നു അത് വിശ്വസിച്ച് നമ്മൾ ഉടമ്പടി ഉഴപ്പിക്കഴിഞ്ഞാൽ നമുക്ക് ശരിക്കും മുന്നോട്ട് പിന്നെ ഇരട്ടി നമുക്ക് തടസ്സങ്ങളായിരിക്കും. അതെനിക്ക് നന്നായിട്ട് മനസ്സിലായി. കാരണം അത് കഴിഞ്ഞ് ഞാൻ ഉടമ്പടി അത്യാവശ്യം നന്നായിട്ട് ഉഴപ്പിയെന്ന് പറഞ്ഞാൽ അത് മനഃപൂർവ്വം ചെയ്തതല്ല. എൻ്റെ ഇതുകൊണ്ട് സാഹചര്യം കൊണ്ട് ഞാൻ ഉടമ്പടിയേക്കാളും കൂടുതൽ പിന്നെ അങ്ങോട്ട് എൻ്റെ വിഷയത്തിന് ഞാൻ പ്രാധാന്യം കൊടുത്തു. ഞാൻ ഉടമ്പടി പത്രമൊക്കെ കൊടുക്കാൻ താമസിച്ചു. അതെല്ലാം വീട്ടിലങ്ങനെ വെച്ചു. പിന്നെ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കുന്നത് വിസയ്ക്ക് വെക്കാൻ വേണ്ടി ഡേറ്റ് കിട്ടിയായിരുന്നു. അപ്പോൾ അതിന് പോയപ്പോൾ ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കളൊന്നും ഉപയോഗിച്ചില്ല. ശരിക്കും ഉപയോഗിച്ചില്ലെന്ന് വേണമെങ്കിൽ പറയാം. ചുമ്മാ ഒന്നും അതിനെപ്പറ്റി ഒരു ധാരണയില്ലാതെയാണ് അത് ഉപയോഗിച്ചത്. തെറ്റായിപ്പോയി ചെയ്തത്. അപ്പം വെച്ച് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോൾ 45 ദിവസം കൊണ്ട് വരേണ്ട എൻ്റെ പാസ്പോർട്ട് അത്രയും ദിവസം കഴിഞ്ഞിട്ടും വരുന്നില്ല. അപ്പം ഞാനിവിടെ വന്നു, ടോക്കൺ എടുത്തു, അച്ഛൻ്റെ അടുത്ത് അൾത്താരെ വന്നു. അപ്പം അച്ഛൻ പറഞ്ഞു, തടസ്സങ്ങളൊന്നും ഇല്ലല്ലോ എന്ന് ചോദിച്ചു. അപ്പം അച്ഛൻ പറഞ്ഞു, നീ നിൻ്റെ ഉടമ്പടി കൃത്യമായിട്ട് പാലിക്കാൻ പറഞ്ഞു. ഉടമ്പടി ചെയ്താൽ മതി, നമ്മുടെ മെറിറ്റിലല്ല സംഭവം വർക്ക്, നീ ഉടമ്പടി കൃത്യമായിട്ട് പാലിച്ചാൽ മതി എന്ന് പറഞ്ഞു. എനിക്കത് മനസ്സിലായില്ല. 2 ദിവസം കഴിഞ്ഞപ്പോൾ എൻ്റെ പാസ്പോർട്ട് വന്നു. ഞാൻ എന്ത് കാര്യത്തിനാണ് അച്ഛനെ കണ്ടത് അത് നടന്നു. പാസ്പോർട്ട് എൻ്റെ വീട്ടിൽ വന്നു. പക്ഷേ വിസ റിജക്റ്റ് ആയിപ്പോയി. അപ്പം എനിക്ക് മനസ്സിലായി അച്ഛൻ പറഞ്ഞത് എന്താണെന്ന്. എൻ്റെ ഉടമ്പടി ശരിയല്ലായിരുന്നു. അത് കറക്റ്റാക്കാൻ അച്ഛൻ ഇവിടുന്ന് പറഞ്ഞു വിട്ടു. ഞാൻ വീട്ടിൽ ചെന്നിട്ട് പിന്നെയും റിപ്പീറ്റ് അത് തന്നെ ചെയ്തു. കാര്യം എനിക്ക് പിന്നെ ഭയങ്കര സങ്കടമായി, കരച്ചിലായി, നിരാശയായി. അതുകൊണ്ട് പിന്നെ ഉടമ്പടി ചെയ്യുന്നതിനോട് അത്ര അങ്ങോട്ട് ഇൻട്രസ്റ്റ് ഇല്ലാതായി. രണ്ടാമത് വീണ്ടും വെച്ചു. വീണ്ടും വിസ റിജക്റ്റായി. 2 തവണ റിജക്റ്റ് ആയിക്കഴിഞ്ഞാൽ ഒരാൾക്ക് എന്തോരം വിഷമം ഉണ്ടാവുമെന്ന് ആലോചിക്കുക. അപ്പം 2 ദിവസം റിജക്റ്റായി. ഓൾറെഡി എൻ്റെ സർട്ടിഫിക്കറ്റിൻ്റെ വാലിഡിറ്റി കഴിഞ്ഞു. ഞാനങ്ങനെ 3ാമത് വെക്കുന്നതിന് മുമ്പ് ഇവിടെ വന്ന് 2ാമത് ഉടമ്പടി പുതുക്കി കഴിഞ്ഞ് പിന്നെ എൻ്റെ ഉടമ്പടി ട്രാക്കിലാക്കാൻ തുടങ്ങി. പത്രങ്ങളെല്ലാം അതിനു മുമ്പ് ഞാൻ മിസ് ചെയ്യുന്ന പത്രങ്ങളെല്ലാം പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതി പിൻ ചെയ്ത് കൊടുക്കാൻ തുടങ്ങി. അത് കഴിഞ്ഞ് അതിനു മുമ്പേ കാരുണ്യപ്രവൃത്തിയൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷേ അങ്ങനെ കാര്യമായിട്ടില്ല. അത് കഴിഞ്ഞ് ഞാൻ തൊട്ടടുത്തുള്ള കാരുണ്യഭവനിൽ ഞങ്ങൾ പോകാൻ തുടങ്ങി. കൂടുതൽ ഉടമ്പടിക്ക് പ്രാധാന്യം കൊടുക്കാൻ തുടങ്ങി. സാക്ഷ്യങ്ങൾ ഇഷ്ടം പോലെ കേൾക്കാൻ തുടങ്ങി. അച്ഛൻ്റെ ധ്യാനം കേൾക്കുമ്പോൾ പുതിയൊരു ഇതെനിക്ക് തോന്നിയത്, അച്ഛൻ്റെ ഓരോ ധ്യാനത്തിലും അച്ഛൻ പറയുന്നത് പുതിയ പുതിയ കാര്യങ്ങളാണ് ഓരോ ദിവസം പറയണേ. ആ ഓരോ കാര്യങ്ങളും ഞാൻ ബുക്കിൽ പോയിൻ്റായിട്ട് എഴുതാൻ തുടങ്ങി. വചനങ്ങൾ ആ കോട്ട് സഹിതം എഴുതാൻ തുടങ്ങി. അതെല്ലാം എന്നോട് പറയാനുള്ള കാര്യം എനിക്ക് ചോദിക്കാനുള്ള ചോദ്യത്തിൻ്റെ കൃത്യമായ ഉത്തരം അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞു. അതായത് ഒരു ദിവസം അച്ഛൻ ധ്യാനത്തിൽ പറഞ്ഞ മുഴുവൻ ഉടമ്പടി വസ്തുക്കൾ ഉപയോഗിക്കുന്ന മെയിനായിട്ടുള്ള കാര്യങ്ങളായിരുന്നു. വേറൊരു ദിവസം അച്ഛൻ മുഴുവൻ പറഞ്ഞത് ഓവറായിട്ട് നിരാശപ്പെട്ട് അയ്യോ എല്ലാം പോയി എന്നും പറഞ്ഞ് നിൽക്കുന്നവരോട്
പറയാനുള്ള കാര്യമാണ്. ഞാനിങ്ങനെ മുഖം ഭയങ്കര സങ്കടപ്പെട്ടിരുന്നപ്പോൾ അച്ഛൻ കറക്റ്റ് എന്നെ നോക്കി പറയുന്ന പോലെ പറയുകയാണ്, നീ മുഖം ഇങ്ങനെ വെച്ച് ഇരിക്കരുത്, നീ കർത്താവിൻ്റെ ദിവ്യകാരുണ്യ സന്നിധിയിൽ നീ ദൈവത്തെ ഈശോയുടെ വചനങ്ങൾ കേൾക്കാനിരിക്കുക, അപ്പം നല്ല സന്തോഷത്തോടെ വേണം ഇരിക്കാനെന്ന്. അപ്പം തൊട്ട് എനിക്ക് മനസ്സിലായി, ഞാൻ ഉടമ്പടി ചെയ്താൽ മതി, ഇനി ഉടമ്പടി കൃത്യമായി ഞാൻ ചെയ്താൽ മതി, ഈ കാര്യം ഞാൻ വിട്ടേക്കാം. അങ്ങനെ ഇത് ഞാൻ വിട്ടു. ഇനി മൂന്നാമതും കൂടെ വെച്ചേക്കാം, വെച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ പോട്ടെ, ദൈവത്തിൻ്റെ തീരുമാനത്തിന് വിട്ടുകൊടുത്ത് അങ്ങനെ പോയി. മൂന്നാമത് ഞാൻ വിസയ്ക്ക് വെക്കുമ്പോൾ കൃത്യമായിട്ട് ഞാൻ ഉടമ്പടി നേർച്ച വസ്തുക്കൾ ഉപയോഗിച്ചു. അപ്പം ഞാൻ ചെന്നപ്പം ബാംഗ്ലൂരായിരുന്നു. ഞാൻ ചെന്നപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, ഉടമ്പടിയിൽ ഞാൻ എന്തെങ്കിലും പിഴവ് വരുത്തിയിട്ടുണ്ടോ എന്ന് എനിക്ക് അറിയില്ല, പക്ഷെ ഞാൻ എല്ലാം കൃത്യമായി ചെയ്തിട്ടുണ്ട്. അമ്മ അത് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ അമ്മ എനിക്ക് അടയാളം തരണം. ഇതിനു മുമ്പ് ഇങ്ങനെ അടയാളമൊന്നും എനിക്ക് അധികം കിട്ടിയിട്ടില്ല. അപ്പോൾ അമ്മയോട് ഞാൻ പറഞ്ഞു, അമ്മ എല്ലാവരുടെയും പേപ്പറുകൾ കൊണ്ടുപോകുന്നത് എല്ലാവരും സാക്ഷ്യത്തിൽ പറയുന്നിട്ടുണ്ട്, നീല ഫയൽ, പച്ച ഫയൽ എന്നൊക്കെ പറയണ കേട്ടിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ നീലയും പച്ചയൊന്നും ഇല്ലെങ്കിലും ആർക്കും കിട്ടാത്തൊരു വെറൈറ്റി കളർ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് മാത്രം കിട്ടിയത് ഒരു ഡാർക്ക് ഗ്രീൻ കളറിലെ ഫയലിലാണ് എൻ്റെ പേപ്പറെല്ലാം കൊണ്ടുപോയത്. അപ്പോഴും അന്നേരവും ഞാൻ ഉടമ്പടി ഉപ്പൊക്കെ ഞാൻ വിശ്വാസപ്രമാണം ചൊല്ലി ഫയൽ തുറന്ന് അതിനകത്തിട്ടു. അതിനെന്നെ അവർ വഴക്ക് പറഞ്ഞു, അങ്ങനെ ചെയ്യാൻ പാടില്ലെന്ന് പറഞ്ഞ്. അപ്പോൾ ഞാൻ ഓർത്ത്, ദൈവമേ, ഇനി ഇതിൻ്റെ പേരിൽ വല്ലതും വരുമോ? എന്നാലും സാരമില്ല, ഇത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് വർക്കൗട്ട് ആവേണ്ടതാണ്, അതുകൊണ്ട് ഇവരെന്ത് പറഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല. ഞാനങ്ങനെ അതിനകത്ത് ഉപ്പിട്ടു കൊടുത്തു. ലാസ്റ്റ് 45 ദിവസം കഴിഞ്ഞിട്ട് വരേണ്ടതാണ്. പിന്നെയും പാസ്പോർട്ട് വരാൻ ലേറ്റായി. അപ്പോൾ ഞാൻ എൻ്റെ ഉടമ്പടി പുതുക്കാറായിട്ടില്ല, പക്ഷേ ഞാനിവിടെ പത്രം മേടിക്കാനൊക്കെ വരും. അപ്പോൾ ഇങ്ങനെ ലേറ്റായപ്പോൾ അവർ പറഞ്ഞു, മെയ് 5 വന്നില്ലെങ്കിൽ ഈ ഇൻടേക്ക് പറ്റത്തില്ല, അടുത്ത ഇൻടേക്ക് ആവുമെന്ന് പറഞ്ഞു. അങ്ങനെ ഇവിടെ വന്ന് ഞാനിവിടുത്തെ ഫ്രണ്ടിലത്തെ മാതാവിൻ്റെ ഗ്രോട്ടോയുടെ മുമ്പിൽ പോയി ഞാൻ പറഞ്ഞു, അങ്ങയുടെ ദാസിനെ സമാധാനത്തിൽ വിട്ടയക്കണമെന്ന് പറഞ്ഞിട്ടില്ലേ, ഈ ദാസി ഇവിടെ വന്നിരിക്കുന്ന പ്രാർത്ഥിച്ച് പോകുമ്പോൾ സമാധാനത്തിൽ പോകാൻ അമ്മ അനുഗ്രഹിക്കണമെന്ന്, എന്തെങ്കിലും എനിക്കൊരു ആശ്വാസം കിട്ടാൻ എന്തേലും, ജസ്റ്റ് എൻ്റെ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയെന്നെങ്കിലും മതിയെന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിച്ച പോലെ ഇവിടെ വന്ന് ഞാൻ ഇറങ്ങാൻ നേരം ഫോൺ തുറന്ന് നോക്കിയപ്പോൾ മെയിൽ വന്നു, സോയുടെ പാസ്പോർട്ട് ഡിസ്പാച്ച് ആയെന്നും പറഞ്ഞ്. അത് കഴിഞ്ഞ് മെയ് 14 ഇതുപോലെ തന്നെ ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എപ്പോഴും പറയും, അമ്മ തന്നതാണെന്ന് എനിക്കിവിടെ വന്ന് സാക്ഷ്യം പറയണമെങ്കിൽ അമ്മയുടെ ഏതെങ്കിലും ഒരു തിരുനാൾ അല്ലെങ്കിൽ അമ്മയായിട്ട് റിലേറ്റ് ചെയ്ത് എന്തെങ്കിലും ഒരു അടയാളം വേണമെന്ന്. അപ്പോൾ മെയ് 14 എൻ്റെ പാസ്പോർട്ട് കൊറിയർ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ടെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ആലോചിച്ചു, ആ ദിവസത്തിന് എന്തെങ്കിലും പ്രത്യേകത ഉണ്ടോ, ചുമ്മാ നോക്കിയപ്പോൾ ഫാത്തിമയിൽ മാതാവ് പ്രത്യക്ഷപ്പെട്ട ദിവസമാണ്. ഫാത്തിമ മാതാവിൻ്റെ തിരുനാളായിരുന്നു. അപ്പോൾ ഇത്രയും മതി, എനിക്കിതിൽ കൂടുതൽ എനിക്ക് ഉറപ്പൊന്നും വേണ്ട, ഇനി കിട്ടിയില്ലേലും പോട്ടെ, സാരമില്ല, അമ്മ എൻ്റെ പ്രാർത്ഥന കേൾക്കുന്നുണ്ടല്ലോ എന്ന് വിചാരിച്ചു. ലാസ്റ്റ് 14 ഞാൻ രാവിലെ കാരുണ്യഭവനിൽ പോയി അവരുടെ അടുത്ത് പോയി ഇരുന്ന് ഉച്ചയായപ്പോൾ ഞാൻ എൻ്റെ കൊറിയർ പാസ്പോർട്ട് മേടിച്ചു. അതിൽ 7ാമത്തെ പേജിൽ എൻ്റെ വിസ അടിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 7ാമത്തെ പേജിൽ ഉപ്പിട്ട് ഞാൻ കൊടുത്തിരുന്നത്. അപ്പോൾ ഇത് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് തന്നെ. കാര്യം അത് പറയാൻ കാര്യം, 2 തവണ റിജക്റ്റായ വിസ 3ാമത്തെ തവണ, അത് 2ാമത്തെ തവണ റിജക്റ്റ് ആയത് കാലാവധി കഴിഞ്ഞു, അതായത് വാലിഡിറ്റി കഴിഞ്ഞെന്നും പറഞ്ഞാണ് സർട്ടിഫിക്കറ്റിൻ്റെ. 3ാമത്തെ തവണ അതേ ഇത് വെച്ചിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് മാതാവ് തന്നുകൊണ്ട് മാത്രമാണ്, അല്ലെ ഒരിക്കലും കിട്ടില്ല, എന്തുറപ്പിൻ്റെ മേലിലാണ് ഞാൻ പിന്നെ അത് വെക്കേണ്ടത്. അങ്ങനെ തന്നു. അമ്മയ്ക്കും തിരുക്കുമാനും ഒരുപാട് നന്ദി പറയുന്നു. പിന്നെ എനിക്ക് കിട്ടിയ ഒരു രോഗസൗഖ്യമാണ്. എനിക്ക് 10ാം ക്ലാസ് +1 +2 പഠിക്കുന്ന കാലത്തൊട്ട് ഭയങ്കര മൈഗ്രെയിൻ്റെ പ്രോബ്ലം ആയിരുന്നു. പഠിക്കുമ്പോഴും ഇങ്ങനെ വെയിലത്തൂടെയൊക്കെ ഒരുപാട് സഞ്ചരിക്കുമ്പോഴൊക്കെ തലവേദന കാരണം ഒന്നും പറ്റില്ല, ഫോൺ നോക്കാൻ ഒന്നും പറ്റില്ല. പക്ഷേ ഇവിടെ വന്ന് ഞാൻ എഴുതിയിട്ടൊരു നിയോഗമായിരുന്നു. അന്ന് തൊട്ട് ഞാൻ ഉടമ്പടി തൈലം എല്ലാ ദിവസവും രാവിലെ വിശ്വാസപ്രമാണം ചൊല്ലി നെറ്റിയിൽ കുരിശ് വരയ്ക്കും. അത് 2 ദിവസത്തിനുള്ളിൽ തന്നെ അത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെട്ടു. ഇപ്പോൾ അന്ന് ഞാനിവിടെ അഖണ്ഡജപമാല റാലിക്കും അതുപോലെ മാതാവിനെ ഇവിടെ തൊട്ട് പ്രാർത്ഥിക്കാനൊക്കെ വന്നപ്പോൾ നല്ല വെയിലത്താണ് വന്ന് നിന്നത്. അപ്പോഴൊന്നും ഒരു തലവേദനയും കാര്യങ്ങളും ഉണ്ടായിരുന്നില്ല. അതുപോലെ തന്നെ ഇപ്പം എനിക്ക് ഒരു പ്രശ്നമില്ല, മൈഗ്രെയിനുള്ള പൂർണ്ണമായിട്ടും മാറുകയും ചെയ്തു. അമ്മയ്ക്കും തിരുക്കുമാനും കോടാടുകൊണ്ട് നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം പറഞ്ഞാൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ പത്രങ്ങളെല്ലാം ഞാൻ കൊണ്ടുപോയി കോട്ടയം സ്റ്റാൻഡിലാണ് കൊടുക്കുന്നത്. അവിടെ കൊണ്ടുപോയി കൊടുക്കും. മിച്ചം വരുന്ന പത്രങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ, ഞാൻ താമസിച്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ കൂടെ ഞാൻ പ്രത്യക്ഷീകരണ പ്രാർത്ഥന എഴുതി പിൻ ചെയ്താണ് കൊടുക്കുന്നത്. പിന്നെ കാരുണ്യ പ്രവർത്തികൾ ആദ്യമൊക്കെ എനിക്ക് കിട്ടുന്ന പോക്കറ്റ് മണിയിൽ നിന്ന് പൈസ എടുത്ത് ഫുഡ് വാങ്ങിച്ച് കൊടുക്കുക ചെയ്യുന്നത്. പിന്നെ ഇപ്പം തൊട്ട് കുറച്ച് നാളായിട്ട് ഞങ്ങളൊരു സ്ഥലത്ത് കാരുണ്യഭവൻ എന്ന് പറഞ്ഞ് ഞങ്ങളുടെ അടുത്തുള്ള അവിടെ പോകാറുണ്ട്.
ഇപ്പോൾ കുറച്ച് കഴിയുമ്പോൾ ഞങ്ങൾ വേറൊരു സ്ഥലത്തും കൂടെ പോകാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. പിന്നെ എനിക്ക് അഭിഷേകം എന്നല്ല, എനിക്കിങ്ങനെ ഭയങ്കരമായിട്ട് മോട്ടിവേറ്റ് ചെയ്യുന്ന 3-4 വചനഭാഗങ്ങളുണ്ടായിരുന്നു. പ്രഭാഷകൻ 2:5, അതായത് എന്തെന്നാൽ സ്വർണ്ണം അഗ്നിയിൽ ശുദ്ധി ചെയ്യപ്പെടുന്നു, സഹനത്തിൻ്റെ തീച്ചൂളയിൽ കർത്താവിന് സ്വീകാര്യമാനും. അതായത് ദൈവത്തിന് സ്വീകാര്യമായ മനുഷ്യൻ്റെ സഹനങ്ങൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക, അതുകൊണ്ട് അതിൽ പേടിക്കണ്ടെന്ന്, അങ്ങനെ അതിലാണ് ഞാൻ ധൈര്യപ്പെട്ടിരുന്നത്. പിന്നെ അതുപോലെ റോമ 8:18, നമുക്ക് ലഭിക്കാതിരിക്കുന്ന മഹത്വത്തോട് തുലനം ചെയ്യുമ്പോൾ ഇപ്പോഴുള്ള കഷ്ടതകൾ നിസ്സാരമായി കാണുന്നു. ഈ 2 വചനങ്ങളും എനിക്ക് ഭയങ്കര ശക്തി തന്ന വചനങ്ങളാണ്. ഇത് വിശ്വസിച്ചാണ് ഞാൻ മുന്നോട്ട് പൊയ്ക്കൊണ്ടിരുന്നത്. ഒരിക്കൽ കൂടി അമ്മയ്ക്കും തിരുക്കുമാരനും കോടാനോട് നന്ദി പറയും. ഏഷ്യ പ്രവാചകൻ്റെ പുസ്തകം 12-ാം അധ്യായം 5 മുതലുള്ള വാക്യങ്ങൾ. കർത്താവിന് സ്തുതി പാടുവിൻ, അവിടുന്ന് മഹത്വത്തോടെ പ്രവർത്തിച്ചു, ഭൂമിയിലെല്ലാം ഇതറിയട്ടെ. സിയോൻ വാസികളെ ആർത്തട്ടഹസിക്കുവിൻ, സന്തോഷത്തോടെ കീർത്തനങ്ങൾ ആലപിക്കുവിൻ. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായവൻ മഹത്വത്തോടെ നിങ്ങളുടെ മധ്യേയുണ്ട്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് സോന സാബു കോട്ടയം തൻ്റെ അനുഭവ സാക്ഷി നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. ഈ മകളുടെ വാക്കുകളെ നമുക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. ഇപ്രകാരം ഉടമ്പടിയോട് ചേർന്ന് നിൽക്കണമെന്നുള്ളത്. കാരണം ഉടമ്പടി എടുക്കുവാനായിട്ടുണ്ടായ തീരുമാനം, കാരണം തനിക്ക് ജർമ്മനിക്ക് പോകുവാനുള്ള ഓരോ കാര്യങ്ങൾ ശരിയായിട്ടിരിക്കുമ്പോഴും നിരവധിയായ തടസ്സങ്ങളാണ് ഓരോന്നായിട്ടും കടന്നു വരിക. എന്നാൽ തൻ്റെ കൂട്ടുകാരുടെ ആണെങ്കിലും ജൂനിയറിൻ്റെ സ്നേഹത്തോടെ ആണെങ്കിലും ഉടമ്പടി എടുക്കാനായിട്ട് വരികയും, എന്നാൽ ഉടമ്പടി എടുത്ത തീരുമാനം മുതൽ പരിശുദ്ധമ്മയുടെ ഒരു വലിയ ഇടപെടലെന്നോണം ഉണ്ടായ തടസ്സങ്ങൾ മാറി. അത് വലിയ അനുഗ്രഹമായിട്ടാണ് കാണിച്ചത്. എന്നാൽ തുടർന്ന് പോകുമ്പോഴും ഉടമ്പടിയിൽ വന്നുപോയ വീഴ്ചകൾ നമുക്കത് ഈ മകളുടെ വാക്കിൽ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നെയുള്ള ഉണ്ടാകുന്നൊരു തിരിച്ചറിവ് തന്നെ പൂർണ്ണമായിട്ടും ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കണമെന്നും ഉടമ്പടിയിൽ ഉറച്ച് ജീവിക്കണമെന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് കടന്നു വരുമ്പോൾ താൻ എന്തിനാണോ നിയോഗത്തിന് വെച്ചത്, എന്നാൽ ആ വിഷയത്തെക്കാൾ ഉപരിയായിട്ട് ഉടമ്പടിയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കാനുള്ള തീരുമാനം തന്നെയാണ് മുമ്പോട്ടുള്ള വഴികളിൽ പരിശുദ്ധ അമ്മ ഇടപെടൽ ഉണ്ടാവുകയും ചെയ്യുന്നത്. കാരണം പലതവണ വിസ റിജക്റ്റ് ആകുകയും, എന്നാൽ അതിനെ തുടർന്നാണെങ്കിലും ഉടമ്പടി ചേർന്ന് കൊണ്ടുള്ള പ്രാർത്ഥനയിൽ ഒരു അടയാളമായിട്ട് പരിശുദ്ധമ്മയുടെയൊക്കെ ഒരു തിരുനാളിൽ തന്നെ എനിക്ക് അത് പരിശുദ്ധമ്മ അനുഗ്രഹമായിട്ട് നൽകണമെന്നൊക്കെ പ്രാർത്ഥിക്കുകയും ചെയ്തപ്പോൾ പരിശുദ്ധമ്മയുടെ ഭാഗ്യമാതാ തിരുനാളിൽ തന്നെ ആ ഒരു ഡേറ്റിൽ തന്നെ പരിശുദ്ധമ്മ ഒരു അടയാളമായിട്ട് വിസ അത് നൽകുകയൊക്കെ ചെയ്തു. അത് വലിയൊരു അനുഗ്രഹമായിട്ട് കാണുകയും അതോടൊപ്പം തന്നെയാണെങ്കിലും തൻ്റെ പ്രവൃത്തികളിൽ കൂടുതലായിട്ട് വചനം വായിക്കാനാണെങ്കിലും അച്ഛൻ്റെ ടോക്കുകൾ കേൾക്കുമ്പോഴാണെങ്കിലും അത് പൂർണ്ണമായിട്ട് ഈ മകളെ പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മയോട് കൂടുതലായിട്ട് അടുപ്പിക്കുവാനും അത് വളരെയേറെ ഉടമ്പടിയോട് ഉറച്ചു നിൽക്കാനുള്ള വലിയൊരു ബോധ്യത്തിലേക്കാണ് ഈ മകളെ കൂട്ടിക്കൊണ്ട് വരികയൊക്കെ ചെയ്തത്. അതുതന്നെയാണ് പരിശുദ്ധ അമ്മയിലേക്ക് ഈ മകളെ കൂടുതലായിട്ട് അടുപ്പിക്കുകയൊക്കെ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ പൂർണ്ണമായിട്ട് പരിശുദ്ധ അമ്മയോട് ചേർന്ന് കൊണ്ട് മുമ്പോട്ട് പോകുവാനും, കാരണം എന്തിലും എനിക്ക് ആദ്യം ആശ്രയിക്കാനായിട്ട് സാധിക്കേണ്ടത് പരിശുദ്ധ അമ്മയുടെയാണെന്നുള്ളൊരു ബോധ്യത്തോടുകൂടിയാണ് തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവയ്ക്കുകയും ചെയ്തത്. ഉടമ്പടിയിൽ ഉറച്ചു നിൽക്കുകയും അതോടൊപ്പം തന്നെ വചനത്തോട് ചേർന്ന് കൊണ്ടും വചനം മനസ്സിലേക്ക് സ്വീകരിച്ചുകൊണ്ട് വചനത്തിന് നിഷ്ഠിതമായിട്ട് ജീവിക്കാനൊക്കെ ആയിട്ട് ക്രമപ്പെടുത്തുവാനായിട്ട് തന്നെ വളരെയേറെ അനുഗ്രഹിക്കുകയും ചെയ്തു. ഇനി മുമ്പോട്ടുള്ള ഈ മകളുടെ ജീവിതത്തിൽ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ഈ അൾത്താരയിൽ ഇനിയും ഉയർത്തട്ടെ നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മൾ ഓരോരുത്തരെയും പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് മാറ്റട്ടെ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.